അപ്പോൾ ഇതൊരു ഓട്സ് സ്മൂത്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സാധാ ഓട്സാണ് കേട്ടോ, റോൾഡ് ഓട്സാണ് നമുക്കിതിന് വേണ്ടത്. പക്ഷേ ഇതിനകത്ത് റോൾഡ് ഓട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇതല്ല കേട്ടോ വേണ്ടത്. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുക്കുക, അതിലേക്ക് 5 ബദാം നമ്മളിട്ട് കൊടുക്കുക, പിന്നെ 1 സ്പൂൺ ചിയ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ അളവ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ അതിനെ നെകക്കെ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് പഴവും റോബസ്റ്റ് പഴവും ആപ്പിളും മാതള നാരങ്ങയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ മാതള നാരങ്ങ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ രണ്ടും ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ റോബസ്റ്റ് പഴമാണെങ്കിൽ കുറച്ച് പഴുപ്പ് അധികമായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ കുഴഞ്ഞ പരുവത്തിലിരിക്കുന്നത്. റോബസ്റ്റ് പഴം നമുക്ക് പെട്ടെന്ന് പഴുത്തു പോകും. അപ്പോൾ ഞാൻ ഒരു ആപ്പിളിൻ്റെ 1/4 ഭാഗം ആപ്പിളാണ് കേട്ടോ, അതായത് 4/1 ആപ്പിളാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു റോബസ്റ്റ് പഴമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു പിടി മാതള നാരങ്ങ എടുക്കും. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന നമ്മുടെ ഓട്സ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് തണുപ്പ് ആറിയതിന് ശേഷം കേട്ടോ കഴിക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ആപ്പിൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ റോബസ്റ്റ് പഴവും പിന്നെ അല്പം മാതള നാരങ്ങ, ഞാൻ എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു പിടി മാതള നാരങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തേനാണ് കേട്ടോ. 1 സ്പൂൺ തേനും കൂടെ ആഡ് ചെയ്ത് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വയറ് നിറയും. നമ്മൾ വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ, സാധനം തന്നെയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്മൂത്തി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പഴത്തിൻ്റെ പഴുപ്പ് ഇത്ര ആവാതെ നോക്കണം. തേനൊക്കെ നമ്മൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.